സോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതുട്ടിലേക്ക് സ്വാഗതം. ഗൈസ് ഞാൻ കിടിലം പോലത്തെ ഒരു റാങ്ക്ഡ് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഗൈസ് ഇന്നലെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ CG മാസ്കിൻ കളിക്കുന്ന കിടിലം പോലത്തെ ഒരു വീഡിയോ തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒരു മാച്ച് കണ്ടതിന് ശേഷം അതിന്റെ കമന്റ് ബോക്സ് ഞാൻ നോക്കി എനിക്ക് തന്നെ ജീവിതം വെറുത്തു പോയി കാര്യമുണ്ടല്ലോ. ഞാൻ ആ വീഡിയോയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുറേ നാൾക്ക് ശേഷം കളിക്കുന്ന ഒരു കിടിലം പോലത്തെ ഒരു മാച്ചാണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പിന്നെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കേസ് നിങ്ങൾക്ക് എന്നെ പഴയ പോലെ കാണാൻ എനിക്ക് താല്പര്യം എനിക്ക് ആ വീഡിയോയിലൂടെ മനസ്സിലായി കേട്ടോ. അങ്ങനത്തെ കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് കമൻസുകളൊക്കെ വരുമ്പോഴാണ് എനിക്ക് കുറച്ച് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി നോക്കുന്നത്. എന്തായാലും അങ്ങനെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേസ് നിങ്ങൾ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് പറയുന്നത് കേട്ടോ. കാര്യം കേസ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തന്നെയാണ് എന്നെ വളർത്തിയത്. നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കമൻറ്റിലൂടെ മാത്രമാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ കുറച്ചുകൂടെ ഉണ്ടല്ലോ സീരിയസ് ആകാൻ വേണ്ടി നോക്കുന്നത് കേട്ടോ. എന്തായാലും കേസ് നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ തരാൻ വേണ്ടിയാണ് മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നത്. എന്തായാലും അതെനിക്ക് കഴിഞ്ഞോ ഇല്ലയോ, അതിന് എനിക്ക് സാധിക്കുന്നുണ്ടോ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും ഇന്നത്തെ ഒരു മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലമ്പുറത്തെ ഒരു സ്ക്വാഡ് മാച്ചാണ്. എൻ്റെ കൂടെ സിജോ ചേട്ടനുണ്ട്, സരസും ഉണ്ട്, കിടിലമ്പുറത്തെ ഒരു പ്ലെയറും ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ആ ഒരു ഭീമാശക്തി സ്ട്രിപ്പിലേക്കായിരുന്നു. അവിടെ ഒന്ന് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അത്യാവശ്യം ലൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ആ ഒരു സലൂണിൻ്റെ സൈഡിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നേരെ താഴേക്ക് പോയിട്ട് ആ ഒരു ഭീമാശക്തി സ്ട്രിപ്പിൽ നിന്ന് ആദ്യം കാണുന്ന എനിമി നല്ല കിടീലം പോലെ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഒരു നല്ല കിടുക്കം പോലെ ഡാമേജ് എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അടിയും കൊണ്ടിട്ട് അവനാവണ്ടല്ലോ പമ്പിൻ്റെ ചോട്ടിൽ ഒളിച്ച് വെക്കുന്ന എൻ്റെ മോനെ, അവനിത് ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കും കേട്ടോ. എന്തായാലും എൻ്റെ അത്രയും ഡാമേജുകളൊക്കെ മേടിച്ചിട്ട് ആ കില്ല് എനിക്ക് കിട്ടില്ല, നമുക്ക് വിഷമം. എൻ്റെ ദൈവമേ, അത് നമ്മുടെ സരസു നൈസായിട്ട് എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവനവിടെ തീർന്നു, ആ ഒരു കുഴപ്പമൊന്നുമില്ല. കാര്യം കേസ് നമ്മൾ അത്രയും ഡാമേജും കൊടുത്തിട്ട് ആ കില്ല് പോകുമ്പോൾ ചെറിയൊരു വിഷമം. പക്ഷേ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മാച്ചിനകത്ത് മാക്സിമം കില്ലിന് വേണ്ടി തന്നെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എനിക്ക് ഇനിയുണ്ടല്ലോ പേടി ചോദിക്കാമെന്ന് എനിക്കൊന്നും വയ്യ കേസ്. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ല, നമ്മൾ സോളോ വേഴ്സസ് സ്ക്വാഡൊക്കെ എഴുതി അടിച്ച് കളിക്കുന്നത്. എന്തായാലും അതേപോലെ കേസ് ഒറ്റ മൈൻഡിട്ട് കളിക്കാനാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോളോ വേഴ്സസ് സ്ക്വാഡ് ഒന്നും ഇല്ലെങ്കിലും എനിക്ക് സ്ക്വാഡ് കളിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരുടെങ്കിലും മിണ്ടിയും പറഞ്ഞും കളിച്ചാൽ മാത്രമേ സുഖമുള്ളൂ കേസ്. പണ്ടൊക്കെ ഒറ്റ കളിക്കാൻ നല്ല സുഖമായിരുന്നു, അടിപൊളി പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു, നല്ല കിടിലം പോലെ കളിക്കാൻ പറ്റും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേസ്. ഒക്കെ ഒറ്റക്കൊന്നും അങ്ങ് വൈബ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ രണ്ടുപേര് കേസ് മുമ്പിലേക്ക് ചാടി ഓടി കയറി വന്നായിരുന്നു കേട്ടോ. അവരുടെ ടീമേറ്റിലെ വേർത്തിലാണെങ്കിൽ പൂച്ചാടിയിട്ടുണ്ടായിരുന്നു. നൈസായിട്ട് കേസ് ആ പൂച്ചാണ്ടി ഉണ്ടല്ലോ നമ്മുടെ മുമ്പിൽ തന്നെ കിടക്കുന്നുണ്ട്. ഹായ് സുഖമല്ലേ? എൻ്റെ അമ്മോ, അവൻ്റെ പവർ കേസ് എൻ്റെ കാലിൻ്റെ കീഴെ വരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വേർത്തിനും കൊണ്ട് നൈസർ കേസ് കയറി വന്ന സമയത്ത് മാക്ടം വെച്ച് നല്ല കിടിലം പോലെ അവൻ അടിച്ചു വെച്ച് ഡാമേജും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ലൈഫ് കുറവാണ്, അവൻ ലൈഫ് കുറവാണ്. ആ ഒരു ടീമേറ്റ് നമ്മുടെ ടീമേറ്റ് സിജോ ചേട്ടൻ വരുന്നോണ്ട് വരെ ഒന്ന് ഹോൾഡാക്കി നിൽക്കുവാണെങ്കിൽ അവനുണ്ടല്ലോ സിജോ ചേട്ടൻ കില്ലെടുക്കും. എവിടെ പോയി? അവനെയൊക്കെ അടിച്ച് തൊലച്ച് കളഞ്ഞ കേസ്. ഓക്കെ, എന്തായാലും ആ ഒരു സ്കോളിൽ രണ്ടുപേരെ നമ്മൾ നല്ല കിടിലം പോലെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കിടക്കം തന്നെയായിരുന്നു. പിന്നെ അതിനനുസരിച്ച് ഞാൻ ഈ ഒരു മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിന് സാധാരണ റാൻഡം ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാ മാച്ചിനകത്തും വരുന്നതായിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു മാച്ചിൻ്റെ റാൻഡം ഇവൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ AK MB40 അല്ല കേസ്, AK പരാഫല് അങ്ങനത്തെ ഉള്ള റൈഫിൾസ് ഇല്ലേ കേസ്, അതിനൊക്കെ നല്ല കിടിലം പോലത്തെ അക്യൂറസി കിട്ടുന്ന ഒരു റാൻഡം ഇവൻ്റാണ് ഇപ്പോൾ കറണ്ട്ലി വന്നിരിക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ AK ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കിടുക്കാൻ പോലെ 10 വെടി വെച്ച് കഴിഞ്ഞാൽ 10 വെടി നമ്മുടെ എരുമയുടെ മേത്ത് തന്നെ കൊള്ളും കേട്ടോ. സോ അതുകൊണ്ടും കൂടി ഞാൻ തോന്നുന്നു കേസ് കിടിലം പോലെ എനിക്കുണ്ടല്ലോ ഈ ഒരു മാച്ചിനകത്ത് AK യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മാത്രമല്ല കേസ് AK ഞാൻ അടിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അത് ചുറ്റി വെച്ച് നല്ല കൊട്ട് കൂട്ടിയിട്ടുണ്ടല്ലോ, നല്ല കിടിലം പോലത്തെ പവർ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല കേസ് നമ്മുടെ സ്കോഡിനകത്ത് ഒരാൾക്ക് മാത്രമേ ചുറ്റി വെക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് നൈസായിട്ട് ഞാൻ ചുറ്റികയുടെ പവർ മാറ്റി, അതായത് ലോഡ് ഔട്ട് ചുറ്റുക മാറ്റിയിട്ടുണ്ടല്ലോ. നമ്മുടെ പച്ച സാധനമല്ലേ കേസ്, അത് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ 3 6 സ്ലോട്ടിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഞാനും സരസും ആ ഒരു പച്ച ലോഡ് ഔട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് നല്ല കിടുന്ന സംഭവമാണ് കേസ്. നമ്മുടെ സ്കൂളിൽ രണ്ടുപേരും വെക്കുന്നത് കിടുക്കുന്ന സംഭവം തന്നെയായിരുന്നു. പിന്നെ കേസ് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നേരെ മുമ്പോട്ട് വിട്ട് നല്ല കിടുക്കം പോലത്തെ കില്ലുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീമിലെ 2 പേർ ഓൾറെഡി ഡൗൺ ആണ്. പിന്നെ നോക്കുമ്പോഴത്തേക്കും തൊട്ട് പുറകിൽ കേസ് ഒരുത്തരാണെങ്കിൽ SKS വെച്ചാൽ തോന്നുന്നു നല്ല കിണ്ണം കാച്ചി അടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. SKS AC ഏതൊരു സാധനമായിരുന്നു, നല്ല കിടിലം അടി കിട്ടി. പക്ഷേ കേസ് കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ സ്ക്വാഡിലെ ഒരാൾ മാത്രം അലയും ഉണ്ടായിരുന്നുള്ളൂ. സോ അവർ പോയിട്ടുണ്ടല്ലോ പെട്ടെന്ന് തന്നെ കേസ് നമ്മളെല്ലാവരും റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞോളൂ എനിക്ക് ഭ്രാന്ത് പിടിച്ച് ഇതെന്ത് തേങ്ങയോടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തുടങ്ങിയേനെ. പക്ഷേ കേസ് ഞാൻ പറഞ്ഞു നല്ല കിടിലം പോലത്തെ ടീമേറ്റുള്ള സമയത്ത് ഞങ്ങളെ പട നമ്മൾ റിവൈവ് കല്ലൊക്കെ ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഓരോ റൗണ്ട് നല്ല കിടിലം പോലത്തെ അടിച്ച് നമ്മൾ 5 കില്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. 36 പേര് സ്റ്റിൽ അലയമായിരുന്നു. അടുത്ത് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്ന ആരും അത് ഇറങ്ങാത്ത നല്ല സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടുള്ള സ്ഥലം നോക്കി ഇറങ്ങണം. കാരണം കേസ് നമുക്ക് ഒരു വട്ടം കളിച്ച് നമുക്കൊരു ചാൻസ് ഒക്കെ തരും, ഒരു ചാൻസ് ഒക്കെ ഓക്കെ, ഒരു വട്ടം ചാവുന്നൊക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നൈസറി കേസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. നമ്മൾ പൊക്കിയതിന് ശേഷം നമ്മൾ അങ്ങനെ കളിക്കുന്നു എന്നതിലാണ് കാര്യം. അല്ലാതെ പൊക്കുന്നതും വരെ നമ്മളിപ്പോൾ മാക്സ് കാണിച്ച് പൊക്കിയതിന് ശേഷം പിന്നെ ഇറങ്ങി ചത്തു അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിടിലം പോലത്തെ ഒരു
സ്ഥലം നോക്കി ഇറങ്ങണം. അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം ലൂട്ട് ഉണ്ടോ നോക്കണം, അത്യാവശ്യം എനിമീസ് ഉണ്ടോ നോക്കണം. പിന്നെ മാത്രമല്ല അലൈവായിട്ടിരിക്കാൻ വേണ്ടി മെയിനായിട്ട് നോക്കണം. കാരണം ടീമേറ്റ് ജീവൻ കളഞ്ഞ് നമ്മളെ പൊക്കി വിട്ടാണ് കേട്ടോ. ആലോചിച്ച് നോക്കണം, ബാക്കിയുള്ള ആൾക്കാരിലും 3 പേരെ വെച്ച് നമ്മളെ അങ്ങ് പൊക്കി വിട്ട് കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് ആ ഒരു പ്ലെയറിനെ ആ ഒരു പ്ലെയറായ നമ്മൾ ഒരിക്കലും മണ്ടത്തരം കാണിക്കാൻ വേണ്ടി പാടില്ല. നൈസായിട്ട് കേസ് ആരും അത്ര സ്ഥലത്ത് ഇറങ്ങിയിട്ട് അത്യാവശ്യം കേസ് MP40 ഇട്ടുണ്ടായിരുന്നു. അതേപോലെ കേസ് വുഡ് പക്കറും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വെസ്റ്റ് ഇയറിലൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. നേരത്തെ പോലെ കേസ് ഗണ്ണൊക്കെ ഒന്ന് അടിച്ച് മേടിക്കണം. ഫുള്ളി സെറ്റായ ശേഷം മാത്രമേ ഞാൻ ഫൈറ്റിന് പോകത്തുള്ളൂ ഞാൻ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വീടിനകത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ലെവൽ 4 വെസ്റ്റ് കാണുന്നുണ്ട്, ലെവൽ 3 വെസ്റ്റ് കാണുന്നുണ്ട്. സോ നൈസ് കേസ് അതും കൂടെ എടുത്തേക്കാം. എരുമി നമ്മളെ തള്ളിക്കൊന്നാലോ പോയി പറ്റിയിട്ട് ഒന്നും ഇല്ലാത്തവരൊന്നും അല്ല എന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ. സോ അതിന് വേണ്ടി ആ വെസ്റ്റിംഗ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും വീട്ടിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ഫീൽ, കാര്യം വീടിൻ്റെ മണ്ടയ്ക്ക് ആരോ ഉള്ളവരെ എനിക്ക് തോന്നുന്നു. ഡേ ആറ് എനിക്ക് ഒന്നാമതും കേട്ടും സെറ്റായിട്ടില്ല കേട്ടോ. അതിൻ്റെ കൂടെ നീ കൂടെ മണ്ടയ്ക്ക് ഇത് പീഡിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നീ വേണ്ടതേ ഏതായാലും കേസ് അങ്ങോട്ട് കയറണോ വേണ്ടോ ഞാൻ നൈസായിട്ട് കേസ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ആ സ്റ്റെപ്പ് വെച്ച് തന്നെ പണ്ണി കളയും. സോ അതെനിക്ക് നല്ല ഉറപ്പാണ്. സോ അത് കിട്ടാതിരിക്കാൻ വേണ്ടി കിട്ടിയ ഒരു ടാക്ടിക് കാണിച്ചു തരാം കേട്ടോ. ഇതിലേക്കൂടെ കേസ് നൈസായിട്ട് നോക്കുമ്പോഴത്തേക്ക് സരസൂരെ കയറടാ, നിനക്കിത്ര വയ്യേ, എൻ്റെ പൊന്നു മോനെ എനിമി ഉണ്ടെന്ന് പറഞ്ഞ് അടച്ചിട്ടില്ല. അതിന് മുമ്പേ സരസ് കയറി അവന് നല്ല കിടിലം പോലെ തല്ലി മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കേസ് കുഴപ്പമില്ല, സരസിനോട് ഡീക്കോയ് ആക്കിയിട്ട് ആ ഒരു എനിമീനെ കേസ് നമ്മൾ അടിച്ചവിടെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പളേ പറഞ്ഞതല്ല ഇങ്ങോട്ട് പോകണ്ടെന്ന് വിശ്വസിക്കുക, അവൻ നിൽക്കത്തില്ല. അവൻ എന്തായാലും ഉണ്ടല്ലോ ആ ഒരു എനിമീൻ്റെ നമുക്ക് നൈസായിട്ട് SKS കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു SKSും അതേപോലെ കേസ് MP40 നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മാച്ചിനകത്ത് 10.8 റേറ്റിംഗ് ആണ് ഇപ്പോൾ കറൻലി ഉള്ളത്. നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ആ പാലത്തിൻ്റെ നല്ല കിണ്ണൻ അടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ടീമേറ്റ് പറയുന്നുണ്ടായിരുന്നു അങ്ങോട്ട് പോവല്ലേ ഇത് ഞാൻ അങ്ങോട്ടാണ് പോകരുത്, അവിടെയാണ് എനിമി ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷനും കൊണ്ട് നല്ല രീതിക്ക് പട്ടി അടി അടിക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മാച്ച് നോക്കുവാണെങ്കിൽ ഞാൻ മാത്രമേ അലൈവായിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ പകുതി ലൈഫേ ഉള്ളൂ. കൂടുതലുള്ള ആൾക്കാരൊക്കെ ആ ഓട്ടയൊക്കെ എടുത്ത് എങ്ങോട്ടേലും ഓടിപ്പോടാ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഓട്ടം ജീവിതത്തിൽ എടുക്കാൻ സാധ്യത അതാ ഓടിച്ചിട്ട് കയറുന്ന മല പോലും കയറുന്നില്ലായിരുന്നു കേട്ടോ. എന്തായാലും ഓട്ടം ഓടിയിട്ടിട്ട് ഞാൻ ഓൺ ഫൂട്ട് ഇറങ്ങിയിട്ട് അവന്മാരെ പൊക്കമുള്ള പ്ലാനാണ്. എൻ്റെ അടുത്ത് 1900 സംതിങ് കോയിൻ നമ്മുടെ അടുത്തുണ്ടായിരുന്നു. സോ എല്ലാവരെയും പൊക്കി വിടാൻ വേണ്ടി പറ്റും, സെറ്റാണ്, കുഴപ്പമില്ല. 500 കോയിൻ അവർ കുറച്ച് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടേക്ക് എന്തൊക്കെയാണ് കിടക്കണേ, SKS ഒക്കെ കിടക്കണേ. തേങ്ങ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഒരു പരാഫല്ലോ എൻ്റെ പഴയ AK വിട്ടിരുന്നെങ്കിൽ വിഷയമായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ ഗാർഡിയൻ ഏഞ്ചലായി കേസ് 3 പേരെയും പടപടയെന്ന് പൊക്കി വിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല കേസ് അങ്ങനെയാണ്, മനസ്സിലായി. പൊക്കി വിടുന്ന വലിയ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അത് ഞാൻ പറയാൻ കാരണം എന്താ പറയുക, അപ്പോൾ ലാസ്റ്റ് സോണിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കോഡിനകത്ത് ബാക്കി 3 പേരും അലൈവാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഇല്ല, അത് വേറെ തന്നെയാണ്. കാര്യം യവൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിക്കാം, ഞാൻ ചെത്താലും എൻ്റെ സ്കോഡ് മേറ്റ്സ് ഉണ്ടാന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റത്തില്ലേ. അതിന് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതല്ലാതെ ചില ആൾക്കാരുണ്ട് കേസ് ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കോഡ് നമ്മുടെ സ്പെക്കി വന്ന് നിന്നിട്ട് കാല അങ്ങനെ കളിക്കും ഇങ്ങനെ കളിക്കുന്നൊക്കെ പറഞ്ഞ ചില ടീംസില്ലേ, അവരെയൊക്കെ കാണുമ്പോഴേ അവരടിക്കാൻ വേണ്ടി നോക്കും. എന്തായാലും കേസ് ഫസ്റ്റ് അറ്റംപ്റ്റ് മൂങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ ലോഞ്ച് പാഡ് പിടിച്ച് നേരെ അവർ ടീമേറ്റ്സിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. നേരെ ഒരു ടവറിൽ മൂക്കിടിച്ച് വീണ് ഞാൻ താഴേക്ക് വീഴുവാണ് ചെയ്തത്. പിന്നെ കേസ് നേരെ ഉണ്ടല്ലോ സിജോഷാട്ടിന് മുമ്പിലേക്ക് ആ ഒരു ലോഞ്ച് പാഡ് വെച്ചിട്ട് നേരെ പോയത് ആ പാറയുടെ മണ്ടയ്ക്ക് ഏതാ ഉന്നവൻ്റെ വന്നിറങ്ങിയ പാടെ തൊട്ട് മുമ്പിലുള്ള ഒരു എരുമിയായിരുന്നു. അവനെ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് അതാ ഫ്രീ കില്ല് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ കയറി വന്ന് ഞാൻ പൂച്ചാനിട്ടൊരു ലൈഫും കുറച്ചിട്ട് അവനെ അങ്ങ് അടിച്ച് നീ അവിടെ കിടക്കണോ നീ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം അവൻ്റെ അഹങ്കാരം കണ്ടില്ല, ഒറ്റക്കുരുത്തരെ കണ്ടപ്പോഴത്തേക്ക് ആ കില്ലും എടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കറണ്ട്ലി കേസ് എൻ്റെ ഗൺ കോംബോ എന്ന് പറയുവാണെങ്കിൽ AK ഉണ്ട്, അതേപോലെ കേസ് MP40 കിടപ്പുണ്ട്, 1200 കോയിനും ഉണ്ട്, 12.7 റേറ്റിംഗും ഉണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഒരു കോയിനും കൂടെ കിട്ടുന്നുണ്ടായിരുന്നു വേറെ ലെവൽ. എനിക്ക് എൻ്റെ AK ഒന്ന് അടിച്ച് കിട്ടണം, ചോദിച്ചാൽ അടിച്ചതാ ചോദിച്ചിട്ടാ ചുറ്റി വെച്ച് നിൽക്കാതെ ചോദിച്ചിട്ടാ എടുത്ത് അടിച്ചതാ ചോദിച്ചിട്ടാ എന്നൊക്കെ 100 വട്ടം പറഞ്ഞിട്ട് എവിടെ ആര് കേൾക്കാനൊക്കെ. എന്തായാലും തൊട്ട് മുമ്പിൽ ഒരു എനിമീനെ ഓപ്പണിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ സോണിൽ നിന്ന് ഓടി വരുന്നുണ്ടായിരുന്നു. സോ എന്തായാലും അവനെ അടിച്ച് നല്ല കിടിലം പോലെ ഡാമേജ് കൊടുത്തു. അതിന് കേസ് താഴെ നോക്കുന്ന സമയത്ത് ഒരുത്തരാണെങ്കിൽ SKSO AC8 ഏതൊരു മാർക്ക് 1 റൈഫിൾ വെച്ച് നല്ല കിടിലം പോലെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലോങ്ങിലൊരു എലിമിനെ പോകുന്നുണ്ട്, അവനെയും കൂടെ വെച്ച് നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം എടുത്ത നോക്കാണെങ്കിൽ നമ്മളുണ്ടല്ലോ ആ ഒരു തീ വിടുന്ന ഗണ്ണില്ലേ കേസ്, ആ ഒരു ലോഞ്ചർ പോണക്കത്തെ ആ സാധനം ഇട്ടിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ നമ്മൾ എടുത്ത നോക്കൊക്കെ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് കില്ലുകളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. 9 കില്ല് നമുക്ക് ഈ ഒരു മാച്ചിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 14.0 14 നമുക്ക് റേറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ നോക്കുന്ന സമയത്ത് കേസ് 31 പേര് സ്റ്റിൽ അലയവാണ്. പോകുന്ന സമയത്ത് ഞാൻ ഉണ്ടല്ലോ കില്ലൊന്ന് നോക്ക് എടുക്കുന്നുണ്ട്, കില്ല് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പോൾ നോക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, കില്ലൊക്കെ അത്യാവശ്യം കിട്ടും. എനിക്ക് അഹങ്കാരം വേറെ എന്ത് പറയാനാ, കാര്യം പെട്ടെന്ന് ഒരു ടീമേറ്റ്സിൻ്റെ കൂടെ നിൽക്കാനാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. കാര്യം ഈ സമയത്ത് ഇത്രയും കില്ലൊക്കെ എടുത്തിട്ട് അവസാനം കൂടെ കല ഉടക്കി വന്നതെന്ന് കഴിഞ്ഞാൽ ശരിയാവുമല്ലോ. ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അടിച്ചിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ടീമേറ്റ്സിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലയവായിട്ട് നമുക്ക് ഈ ഒരു മാച്ച് ബോയി അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലല്ലേ. സോ എന്തായാലും കില്ല് കുറേ എടുക്കണം, ബോയി ഇത്രയും കില്ലൊക്കെ എടുത്തിട്ട് ഇനിയൊന്നും ബോയി അടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കൺഫേം ആയിട്ടും ബോയി അടിക്കണം എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ.
എന്തായാലും നമ്മൾ നേരെ കിടുക്കം പോലത്തെ ഉണ്ടല്ലോ, എന്താണ് ആരോ പറന്നിറങ്ങുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. സോ നൈസിലുണ്ടല്ലോ ആ പറന്നിറങ്ങുന്നവൻ അടിക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നു. താഴേക്ക് ഇറങ്ങിയ ഉടനെ അവനെ അടിച്ച് നോക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അവൻ വിചാരിക്കുന്നുണ്ടായിരിക്കും ഏത് നേരത്തെ ഇവിടെ ഇറങ്ങാൻ തോന്നി തേങ്ങ, ഈ ലാസ്റ്റ് ഓണൊക്കെ അവൻ കഷ്ടപ്പെട്ടനെ പൊക്കി വിട്ടതല്ലേ, എന്നാലും എനിക്ക് അവന് എന്താ ഒരു അടി പോലും അടിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ച് കാര്യമെന്നുണ്ടായിരിക്കും കേട്ടോ. വന്നിറങ്ങിയ സമയത്ത് തന്നെ വേറൊരു കിൽ നോക്കും കൂടെ നമ്മൾ നൈസായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ നോക്കൊക്കെ അവിടെ കിടക്കട്ടെ. ആ നോക്കൊക്കെ മിക്കവാറും ആമ്പിളേർ കൊണ്ടുപോകും കേസ്, പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എൻ്റെ പേര് എന്നെ എഴുതിയിട്ടുണ്ടായിരിക്കത്തില്ല കേട്ടോ. എന്താ നമ്മുടെ ടീമേറ്റ്സും ഞാൻ ഒരുമിച്ചുണ്ടല്ലോ ആ ഒരു വീട്ടിലേക്ക് കയറിയിട്ട് അവരെയും കൂടെ അടിച്ച് ആ ഒരു കില്ലും കൂടെ സെക്യൂർ ചെയ്ത് മൊത്തം കേസ് 12 കില്ല് ഈ ഒരു മാച്ചിൽ ഇപ്പോൾ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ 12 കില്ല് എടുക്കുന്ന സമയത്ത് തന്നെ 15.0 റേറ്റിംഗ് നമുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. മാച്ചിനകത്ത് 23 സ്റ്റിൽ അലയവാണ്. സോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം കേസ്. അതായത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മുടെ പുതിയ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ പോകാൻ കുറച്ച് പാടാണ്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അതൊക്കെ ഒന്ന് സെറ്റായി വരത്തുള്ളൂ. അതിനോട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ പറ്റാതിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എല്ലാവരും ജസ്റ്റ് നൈസായിട്ട് കേസ് ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ ഉണ്ടല്ലോ നമ്മുടെ കമൻറ്റ് ബോക്സ് ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ നിങ്ങളിപ്പോൾ ഫസ്റ്റ് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ എത്ര പോയിൻ്റാണ് ഹൈപ്പ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ടും കൂടി ഒന്ന് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കാര്യം നമ്മുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് തുടക്കം തൊട്ടുള്ള ആൾക്കാരെ ഞാൻ ഒരിക്കലും മറക്കത്തൊന്നുമില്ല. സോ നിങ്ങളുടെ കൂടെ തന്നെയുള്ള ആൾക്കാരല്ല, നമ്മുടെ ആൾക്കാർ, നമ്മ പയ്യന്മാർ. സോ നമുക്ക് അത് ആരൊക്കെയാണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം ഗൈസ്, പണ്ട് കുറേ വീഡിയോ കിട്ടല്ലേ. ആ സമയത്ത് എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്തത് അതേപോലെ തന്നെ ഗൈസ് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. കാരണം ആ സമയത്ത് ഞാൻ 0 തുടങ്ങിയതാണ്. സോ ഈ സമയത്ത് ഞാൻ 0 തന്നെ തുടങ്ങാനാണ് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഒരിക്കലും മറക്കത്തൊന്നും ഉണ്ടായിരിക്കത്തില്ല കേട്ടോ. പിന്നെ എൻ്റെ സംസാരിക്കുന്നതിൽ മാറ്റം ഉണ്ടായിരിക്കും, ഗെയിം പ്ലേ സ്റ്റൈലിൽ മാറ്റം ഉണ്ടായിരിക്കും, വേറെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം ഉണ്ടായിരിക്കും. പക്ഷേ പഴയ ഈ ഗെയിമർ തന്നെയാണ്. ഒന്ന് റെഡിയായി വരാൻ ടൈം എടുക്കും. കാര്യം ടച്ച് വിട്ട് പോയി കിടക്കുകയാണ് കേട്ടോ. ഒന്ന് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സെറ്റാക്കാം നമുക്ക് കേട്ടോ. ഈ ഒരു മാച്ച് നോക്കുവാണെങ്കിൽ മൊത്തം കേസ് 13 കിലോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. തൊട്ടുമുമ്പ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു എൽ ഷേപ്പിൻ്റെ മണ്ടയ്ക്ക് ഒരു എനിമി ഉണ്ടായിരുന്നു കേട്ടോ. അവന് നമ്മൾ ഗ്രാനേഡ് കഴിഞ്ഞ കുറച്ച് ഡാമേജ് കൊടുക്കാൻ വേണ്ടി പോക്കി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിയോച്ചനാണെങ്കിൽ ചാടിക്കയറി അവൻ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഗ്ലൂ വാൾ അടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നൈസ് അടി കേസ് മേളിൽ സിയോച്ചനെ കയറിയപ്പോഴത്തേക്ക് ഞാൻ താഴെ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം അവൻ താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെയും പുറകെ കൂടെ കയറി വരാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. എന്തായാലും അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും കേസ് നമ്മുടെ ടീമേറ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, ഒന്ന് ഹോൾഡ് ചെയ്തു. ബാക്കിലൂടെ ഒരുത്തം വരുന്നത് എനിക്കറിയാം. ആ വന്നവനുണ്ടല്ലോ ഗൈസ് നൈസ് ആയിട്ടുണ്ടല്ലോ, നേരെ കിടിലം പോലെ MP40 അടിച്ച് നല്ല രീതിക്ക് തന്നെ ഡാമേജും കൊടുത്ത് അവനെ അവിടെ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീമേറ്റ് അവിടെ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവരെ പെട്ടെന്ന് റിവൈവ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സിയോച്ചനാണെങ്കിൽ എല്ലാവരും റിവൈവ് ചെയ്ത് കിടിലം പോലത്തെ ഈ ഒരു വീട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വന്ന് കയറി എനിമി നൈസ് അടി കേസ് ഡാമേജ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരുത്തിനൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എനിമിയെ വിചാരിച്ച് നൈസ് അടി കേസ് ഗ്ലൂ വാളൊക്കെ അടച്ചു. പക്ഷേ കേസ് നമ്മുടെ സരസ് വരുന്നത് എന്നോട് ചോദിച്ചു എന്താ മമ്മ അത് അടച്ചിട്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഗ്ലൂ വാളൊക്കെ തല്ലി പൊട്ടിച്ച് കഷ്ടപ്പെട്ട് മുന്തിവിട്ട് കയറി വന്നവനാണ്. എന്തായാലും കുഴപ്പമില്ല കേസ്. മുമ്പിലേക്ക് നോക്കുന്ന സമയത്ത് ഓപ്പണിൽ നല്ല രീതിയിൽ തന്നെ ഫൈറ്റുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ ഫൈറ്റിനിടയ്ക്ക് കേസ് ഏതെങ്കിലും ഒരു നൈസായിട്ട് ഒരു കില്ല് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവലാകത്തില്ല. കാര്യം അത്രയ്ക്ക് ഓപ്പണിൽ കിട്ടിയതല്ലേ. എന്തായാലും വന്നവൻ അടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് നല്ല അടിയിട്ടുണ്ടായിരുന്നു. കാര്യം കേസ് അവർക്ക് കിടുക്കാൻ പോലത്തേക്കാണ്. കാര്യം SKS എന്താണ് SKS വുഡ്പക്കർ AC-80 അതൊക്കെ ഇപ്പോൾ കിടുക്കാൻ പോലത്തെ ഒരു ഗണ്ണാണ്. അതായത് ആ ഒരു മാർക്ക്മാൻ റൈഫിൾസ് അല്ലേ. സോ അതൊക്കെ കിടുക്കാൻ പോലത്തെ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ അതൊക്കെ യൂസ് ചെയ്ത് വെച്ച് ഇതിലും കൂടുതൽ കില്ലെടുക്കാൻ പറ്റുന്നതാണ് കുറേ പേര് പറയുന്നത്. പക്ഷേ കേസ് എനിക്കിപ്പോൾ എന്താ തരത്തില്ല. AK യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ നിന്നില്ലാത്ത കോൺഫിഡൻസ് ആണ്. കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു ഗണ്ണ് ഉണ്ടായിരിക്കും അതല്ലേ, അത് വെച്ച് കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യമില്ലേ, അത് തന്നെയാണ് എനിക്കിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു മാച്ചിൻ്റെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ മൊത്തം 7 പേര് സ്റ്റിൽ അലയവാണ്. 4 പേര് നമ്മൾ തന്നെയാണ് കേട്ടോ. ഇനി 3 എനിമീസ് മാത്രമേ ബാക്കിയുള്ളൂ. ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. കാര്യം 4 പേര് അലയവാടാ ഇനി പാടാ 6 ഉള്ളേ നിങ്ങൾ 3 പേരേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് ഇല്ലേ, അത് തന്നെ അതൊരു വല്ലാത്ത കോൺഫിഡൻസ് തന്നെയാണ് കേട്ടോ. തൊട്ട് മുമ്പിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു എനിമീനെ ആരും അടിച്ചിട്ടുണ്ടായിരുന്നു. സ്പോട്ടേ ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ഓണൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കില്ലെടുക്കണമെന്നില്ല. കാര്യം നമ്മുടെ ടീമേറ്റ് ഇല്ലേ അവരെ കൊണ്ട് മാക്സിമം പോയി അടിപ്പിക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. സോ നൈസായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് എനിമീനെ കാണുന്നുണ്ട്. അവനാണെങ്കിൽ ആ ഒരു സലൂണിൻ്റെ അവിടെ നമ്മുടെ സരസുന് ഫൂട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങ് അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ആ ഒരു കിലോ എടുത്ത നമ്മുടെ ടീമേറ്റ് എടുത്ത് നല്ല കിട്ടിലും പോലത്തെ പോയി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഗൈസ് ഇന്നത്തെ ഒരു മാച്ചും അതേപോലെ അഗ്രഷൻ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കേസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു കിടുക്കം പോലത്തെ വേറെ ലെവൽ വീഡിയോ ഇടാം. ആയിരിക്കും ബൈ ഗൈസ്.